പണ്ടൊരിക്കൽ ഈ പ്രപഞ്ചത്തെ ആകെ വിറപ്പിച്ച താരകാസുരൻ എന്നൊരസുരനുണ്ടായിരുന്നു. ആ അസുരനെ നശിപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ, ശിവന്റെ പുത്രന് മാത്രം. താരകാസുരന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ദേവന്മാർക്ക് കഴിഞ്ഞില്ല. അവരവരുടെ ലോകം വിട്ട് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. മഹാദേവന്റെ പുത്രനു മാത്രമേ ഈ അസുരനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് ബ്രഹ്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ദേവന്മാർക്ക് ആശ്വാസമായി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ലോകകാര്യങ്ങളിൽ നിന്നൊഴിഞ്ഞുമാറി മഹാദേവൻ ഹിമാലയത്തിലെ കൈലാസപർവ്വതത്തിൽ ഘോര തപസ്സിലായിരുന്നു. ആ തപസ്സിൽ നിന്ന് മഹാദേവനെ എങ്ങനെ ഉണർത്തും? ഒരു വിവാഹത്തിനെങ്ങനെ പ്രേരിപ്പിക്കും? അപ്പോൾ ദേവന്മാർക്കൊരു പേരോർമ്മയിലെത്തി: കാമദേവൻ, സ്നേഹത്തിന്റെയും ആകർഷണത്തിന്റെയും ദേവൻ. ദേവന്മാർ കാമദേവനോട് അഭ്യർത്ഥിച്ചു, ലോകത്തിന്റെ രക്ഷയ്ക്കുവേണ്ടി മഹാദേവന്റെ തപസ്സു ഭംഗം വരുത്തണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രേമം നിറയ്ക്കണം. കാമദേവൻ ഭയന്നു. മഹാദേവന്റെ കോപം താങ്ങാൻ ആർക്കാണ് കഴിയുക? പക്ഷേ ലോകത്തിന്റെ നന്മയെ കരുതി കാമദേവൻ ആ വളരെ വലിയ ദൗത്യമേറ്റെടുത്തു. തന്റെ ഭാര്യ രതിദേവിയെയും വസന്തത്തെയും ഒപ്പം കൂട്ടി അദ്ദേഹം കൈലാസത്തിലേക്ക് യാത്ര തുടങ്ങി. മഹാദേവൻ ധ്യാനനിമഗ്നനായിരിക്കുന്ന വേളയിൽ കാമദേവൻ തന്റെ കരിമ്പിൻ വില്ലും പുഷ്പബാണങ്ങളുമെടുത്ത് ലക്ഷ്യം വെച്ചു. കൃത്യമായ നിമിഷത്തിൽ അദ്ദേഹം പുഷ്പബാണങ്ങൾ മഹാദേവന്റെ ഹൃദയത്തിലേക്ക് തൊടുത്തുവിട്ടു. ഒരു നിമിഷം മഹാദേവന്റെ ധ്യാനം തെറ്റി. കണ്ണുകൾ തുറന്നപ്പോൾ തന്റെ തപസ്സു ഭംഗം വരുത്തിയ കാമദേവനെ കണ്ടു. കോപം കൊണ്ട് ജ്വലിച്ച മഹാദേവന്റെ നെറ്റിയിലെ തൃക്കണ്ണിൽ നിന്ന് അഗ്നി ആളിക്കത്തി. ആ അഗ്നിയിൽ കാമദേവൻ നിമിഷനേരം കൊണ്ട് ഭസ്മമായി മാറി. ലോകം നടുങ്ങി. രതിദേവിയുടെ നിലവിളി കൈലാസത്തെ പ്രകമ്പനം കൊള്ളിച്ചു. കാമദേവൻ ഭസ്മമായി. താരകാസുരനിൽ നിന്ന് ലോകത്തിന് മോചനം നേടാൻ ഒരു പ്രതീക്ഷയുമില്ലെന്ന് ദേവന്മാർ കരുതി. എന്നാൽ സകല ലോകത്തെയും രക്ഷിക്കാൻ പോകുന്ന ആ മഹാശക്തിയുടെ പിറവിക്ക് തുടക്കമായത് ആ ഭസ്മത്തിൽ നിന്നായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ആ സത്യം നിങ്ങളെ ഞെട്ടിക്കും. ശിവന്റെ പുത്രൻ എങ്ങനെയാണ് ജനിച്ചത്? ആ രഹസ്യം. സബ്സ്ക്രൈബ് ചെയ്യുക.